ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ദിയ. അപ്പോൾ തൃശ്ശൂരിൽ തന്നെ ഏറ്റവും വലിയ മാളായ ഹൈലൈറ്റ് മാളിൽ നമ്മളൊരു ഷോപ്പിംഗ് വേണ്ടി വന്നേക്കാണ്. അപ്പോൾ അത് 2024 ഡിസംബറിലാണ് ഹൈലൈറ്റ് മാൾ തൃശ്ശൂർ ഓപ്പൺ ആയത്. അത് നമ്മുടെ തൃശ്ശൂരിൽ തന്നെ ഏറ്റവും വലിയ മാളാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ ഏതൊക്കെ കടകളാണ് ഓപ്പൺ ആയെന്ന് നമുക്ക് കാണാം. അപ്പോൾ അത് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു കോഫി ഹഗ് മഗ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അതിങ്ങനെ കോഫിയും അങ്ങനത്തെ സ്നാക്സ് ഐറ്റംസൊക്കെയാണെന്ന് തോന്നുന്നു. ഞങ്ങൾ കയറിയില്ല. പിന്നെ നമ്മളിപ്പോൾ വന്നേക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ എല്ലാ ഷോപ്പുകളൊന്നും ഓപ്പൺ ആയിട്ടില്ല. കുറേ ഇങ്ങനെ ഗ്യാപ്പിട്ട് കമ്മിങ് സൂൺ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കുറച്ച് കടകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അവരെ നമുക്കിപ്പോൾ കാണാം. ഇതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് വന്നേക്കുന്ന കടകളാട്ടോ. പിന്നെ ഇതേ കുട്ടികൾക്ക് വേണ്ടി പുതിയതായിട്ട് ഒരു ബസ്സൊക്കെ വന്നിട്ടുണ്ട്. അതിലിങ്ങനെ പാട്ടൊക്കെ വെച്ച് കുട്ടികളങ്ങനെ റൗണ്ട് അടിക്കും. അപ്പോൾ നമുക്ക് ഷോപ്പിംഗ് ചെയ്യുമ്പോൾ പിള്ളേരെയൊക്കെ ഒന്ന് എൻ്റർടൈൻ ചെയ്യണമെങ്കിൽ അതിലാക്കിയാൽ മതി. പിന്നെ ഇത് ലൈഫ് സ്റ്റൈൽ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളൂ. ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും ഉണ്ട് കേട്ടോ. 2 സെക്ഷനായിട്ടാണ്. വലിയ ഷോപ്പാണ്. അത് ഇപ്പോൾ അടുത്ത് തന്നെ ഓപ്പൺ ആയിട്ടുള്ളൂ. ഇനി എന്തൊക്കെ കടകൾ ഓപ്പൺ ആക്കണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി നോക്കാം. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഷോപ്പാണ്. അമേരിക്കൻ ടൂറിസ്റ്റിൻ്റെ ഷോപ്പുണ്ട്. പിന്നെ അഡിഡാസ്, പ്യൂമ അതിൻ്റെയൊക്കെ ഷോപ്പുകൾ വന്നിട്ടുണ്ട്. പിന്നെ കുറേയൊക്കെ അവിടെ ഗ്യാപ്പ് ഇട്ട് കിടക്കണം, ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പം കമ്മിങ് സൂൺ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മേക്ക് മൈ ഓൺ പെർഫ്യൂം ഉണ്ട്. അത് 3rd ഫ്ലോറിലാണ്. അതല്ലാണ്ട് തന്നെ ഒരു പെർഫ്യൂമിൻ്റെ, അതായത് ഇപ്പോൾ നമുക്ക് ഏത് സ്മെല്ല് വേണമെങ്കിലും കൊണ്ടുചെന്നാൽ അതുണ്ടാക്കി തരുന്ന പെർഫ്യൂം ഷോപ്പുകളെല്ലാം കൂടുതൽ വന്നേക്കണേ. അതായത് വലിയ വലിയ ബ്രാൻഡ് പെർഫ്യൂം നമുക്ക് അഫോർഡബിൾ റേറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഷോപ്പുകളില്ലേ, അതുപോലത്തെ ഒരു പെർഫ്യൂമിൻ്റെ ഷോപ്പ് ഈ പ്യൂമയുടെ തൊട്ടപ്പുറത്ത് തന്നെ വന്നിട്ടുണ്ട്. ഞങ്ങൾ അവിടെ കയറിയിട്ടില്ല. ഞങ്ങൾ മേക്ക് മൈ ഓൺ പെർഫ്യൂമിൻ്റെ ശോഭയിൽ കയറിയിരുന്നു. അവിടെ കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് നല്ല ഓഫറൊക്കെ കിട്ടും. അത് ഇവിടെയും ഹൈലൈറ്റ് മാളിലും ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഫ്ലോറിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഷോപ്പാണ് മാക്സിൻ്റെ ഒരു വലിയ ഷോറൂം തന്നെയാണ് കേട്ടോ. അതിൽ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. നമ്മുടെ അടുത്ത മാക്സിൻ്റെ ഷോപ്പിനേക്കാളും അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. ഇത് മെൻസിൻ്റെയും വിമൻസിൻ്റെയും മാത്രമേ ഉള്ളൂ. കിഡ്സിൻ്റെ കുറച്ചപ്പുറത്ത് വേറൊരു ഫ്ലോറിലാണെന്നുണ്ട്. കിഡ്സിൻ്റെ മാത്രം വേറെ ഷോപ്പുണ്ട്. ഈ ഫ്ലോറിൽ തന്നെ ഇവരുടെ ഈസി ബൈ ഉണ്ട്. ഈസി ബൈ എന്ന് പറയുന്നത് മാക്സിൻ്റെ തന്നെ ഒരു ബ്രാൻഡാണ്. അതായത് നമുക്ക് സ്റ്റുഡിയോ ഒക്കെ പോലെ തന്നെ ഒരു ബഡ്ജറ്റ് പർച്ചേസിംഗ് എന്ന് പറയില്ല. അതായത് 999 താഴെയുള്ള എല്ലാ പ്രൊഡക്റ്റുകൾക്കും 999 താഴെയായിരിക്കും. അതുള്ള ഇതാണ് മാക്സിൻ്റെ തന്നെ ഷോപ്പാണ് ഈസി ബൈ. അപ്പോൾ അതും കാണാം അവിടെ. അതുപോലെ നല്ല കളർഫുള്ളായിട്ടുള്ള ലെഗിൻസും ജീൻസൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഈ ഗോ കളറിൽ പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. പിന്നെ വിസ്മയ, അതൊക്കെ നമുക്ക് ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഷോപ്പല്ലേ, അതൊക്കെ കൂടി ഉണ്ട്. അതിലൊക്കെ എൻ്റെ ഓഫറൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ട്വിൻ ബേർഡിൻ്റെയും ഉണ്ട്. അത് 3ഉം അടുപ്പിച്ചായിട്ടാണ് ആ ഷോപ്പുകളൊക്കെ ഉള്ളത്. ഇപ്പോൾ ഓഫറും നടക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ പോയി, അപ്പോൾ ഒന്നും ഓഫർ ഉണ്ടായില്ല. ഇപ്പം അവിടെ മൊത്തമായിട്ട് 50% ഓഫറും അത് മാത്രമല്ല ഈദിൻ്റെ ഒരു എക്സിബിഷനൊക്കെ നടക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത് മാക്സിൻ്റെ കിഡ്സിൻ്റെ സെക്ഷനാണിത്. മറ്റേത് വുമൻസ് ആൻഡ് മെൻസിൻ്റെ വേറെയും ഈസി ബൈ ഷോപ്പ് വേറെയും കിഡ്സിൻ്റെ വേറെ ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പർച്ചേസിനൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി കളക്ഷൻസ് ഇവിടെ കൂടുതലായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ മേക്ക് യുവർ ഓൺ പെർഫ്യൂം എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ബ്രാൻഡ്. ഇത് നമുക്കിഷ്ടമുള്ള സ്മെല്ലുകളൊക്കെ ഇവരുണ്ടാക്കി തരും. അതല്ലാണ്ട് ഇവരുടെ തന്നെ കുറച്ച് ഇതുകളുണ്ട്. നല്ല ഓഫർ നടക്കുന്നുണ്ട് ഇവിടെ. അതിൻ്റെയും ഒരു ചെറിയൊരു ഷോപ്പ് അവിടെ ഓപ്പൺ ആയിട്ടുണ്ട്.
പിന്നെ ഇതേ പർപ്പിളിൻ്റെ ഷോപ്പും നൈക്കയുടെ ഷോപ്പും അടുത്തടുത്താണ്. അപ്പോൾ നമുക്ക് കോസ്മെറ്റിക്സ് ഒക്കെ മേടിക്കാൻ പർപ്പിളിൻ്റെയും നൈക്കയുടെയും ഷോപ്പുണ്ട്. ഏതിൽ വേണമെങ്കിലും മാറി മാറി കയറി പർച്ചേസ് ചെയ്യാം. അതല്ലാണ്ട് മാമകത്തിൻ്റെ കൂടി ഉണ്ട് കേട്ടോ. അത് ഈ ഫ്ലോറിലെല്ലാം തോന്നുന്നു. മാമകത്തിൻ്റെ കൂടി ഞാൻ കണ്ടിരുന്നു അവിടെ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കോസ്മെറ്റിക് ഐറ്റംസും ഫേസ് വാഷും അങ്ങനെ സാധനങ്ങളൊക്കെ നല്ല ഓഫറിലൊക്കെ ഇവിടെ വന്നാൽ കിട്ടും. ഇനിയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം, ഏറ്റവും താഴത്തെ ഫ്ലോറിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെയാണ് നമ്മുടെ ലുലു ഡെയിലി ഉള്ളത്. അവിടെ ആ ഒരു ലുലു ഡെയിലിയും പിന്നെ മിനിസോയിലും ആ 2 ഷോപ്പാണുള്ളത്. പിന്നെ ഒന്നും ഓപ്പൺ ആയിട്ടില്ല ഇപ്പോൾ. ലുലു ഡെയിലി നമുക്ക് അത്യാവശ്യം നല്ല വലിയ ഷോപ്പായിട്ടുണ്ട്. ആ ലുലു ഡെയിലിയുടെ ഉള്ളിൽ തന്നെ നമുക്ക് അവിടെ നിന്ന് ഫുഡൊക്കെ മേടിച്ച് കഴിക്കാനുള്ള ഒരു പ്ലേസും കൂടി അവർ കൊടുത്തിട്ടുണ്ട്. നല്ല അത്യാവശ്യം വലിയൊരു ഏരിയ ആയിട്ടാണ് ലുലുവിന് കൊടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ ഞങ്ങളവിടെ നേരെ പോയത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്താണ്. നമുക്കൊരു മാളിൽ പോയാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എവിടെയായിരിക്കും? അവിടുത്തെ ഫുഡ് കോർട്ടായിരിക്കും. ഞങ്ങളത് അവിടേക്കാണ് പോയേക്കുന്നത്. അവിടെ കയറി ചെല്ലുമ്പോൾ ബർഗർ കിങ്, മാക്ഡൊണാൾഡ്സ്, KFC അങ്ങനെ കുറേ ബ്രാൻഡുകളുണ്ട്. പിന്നെ അതല്ലാണ്ട് മറ്റേ ചായ ഷോപ്പില്ലേ, അങ്ങനെ ചായക്കടയിൽ പിന്നെ ശ്രീ വെജ് ഉണ്ടായിരുന്നു. ശ്രീ വെജ് പക്ഷേ അന്ന് ക്ലോസ് ആയിരുന്നു. ഞങ്ങൾ അതിന് മുന്നേ പോയപ്പോൾ ഞങ്ങളവിടെ നിന്ന് മസാല ദോശയും ചായയൊക്കെ നല്ല മേടിച്ചു കൊടുത്തു. നല്ല അടിപൊളി ചായയാണ് കേട്ടോ. അവിടുത്തെ ദോശയും സ്നാക്സൊക്കെ നല്ല ടേസ്റ്റാണ്. ഫുഡ് കോർട്ടിൻ്റെ അവിടെയാണ് ഏറ്റവും തിരക്ക്. ബാക്കി അവിടെ ഒന്നും വലിയ തിരക്കൊന്നുമില്ല. എല്ലാവരും വേണം. എൻ്റെ മെയിൻ ഉദ്ദേശം നമ്മൾ ഫുഡ് കോർട്ടിൽ കയറാം, നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ മേടിച്ച് കഴിക്കുക, സന്തോഷിക്കുക, റിലാക്സ് ചെയ്യാവുന്നതാണ്. ഈ ഫുഡ് കോർട്ടിൻ്റെ അവിടെ തന്നെ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു ഓപ്പൺ ഏരിയ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ മേടിച്ചിട്ട് ഓപ്പൺ ഏരിയയിൽ പോയിട്ട് നല്ല കാറ്റൊക്കെ കൊണ്ട് വണ്ടികളൊക്കെ പോകണം കണ്ട് നല്ല റിലാക്സ് ചെയ്തിട്ടിരിക്കാൻ പറ്റും. നല്ല അടിപൊളി സ്ഥലമായിട്ടുണ്ട്. പിന്നെ ചായ വേണ്ടവർക്ക് ചായ, മൊമോസ് വേണ്ടവർക്ക് മൊമോസ്, അങ്ങനെ എല്ലാ ഐറ്റംസും ഒരുവിധം എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ കുറേ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. കുറേ ഇനി അവിടെ ഓപ്പൺ കമ്മിങ് സൂൺ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട R&Bയില്ലേ, R&Bയുടെ ഷോപ്പ് ഹൈലൈറ്റ് മാളിൽ വരാൻ പോകുന്നുണ്ട്. അതും ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ കമ്മിങ് സൂൺ എന്നാണ് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഒരു ദിവസം ഓപ്പൺ ആകുമ്പോൾ നമുക്കത് ഒരു ദിവസമൊക്കെ പോയി കാണാം. നല്ല കളക്ഷനൊക്കെയാണെന്ന് കേട്ടിട്ടുണ്ട്. R&B നല്ല ക്വാളിറ്റി ഉള്ള ഒരു ദുബായ് ബേസ്ഡ് അങ്ങനെ എന്തൊക്കെ ഒരു ഷോപ്പാണത്. പിന്നെ പിസ്സ ഹട്ടൊക്കെ ഉണ്ട് അവിടെ. അതെ, ഇങ്ങനെ ഞാൻ പറഞ്ഞ പ്ലേസിൽ ഓപ്പൺ ഏരിയ ഇത് കണ്ട. അങ്ങനെ ഓപ്പൺ ഏരിയയിൽ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളന്ന് പോയപ്പോൾ രാത്രി ഉണ്ടായിരുന്നു. നമുക്ക് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. ചായ കുടിക്കാനും അവിടെ റിലാക്സ് ചെയ്ത് വർത്തമാനം പറഞ്ഞിരിക്കാനൊക്കെ നല്ല ചെയറുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെയും നിറച്ച് തിരക്കന്നെയൊക്കെ ആയിരുന്നു കേട്ടോ. കുറേ ആൾക്കാരുകൾ അവിടെ ഇരിക്കാനൊക്കെ ഉണ്ടായിരുന്നു ഫോട്ടോ എടുക്കാനൊക്കെ. അപ്പോൾ നിങ്ങളും എല്ലാവരും ഹൈലൈറ്റ് മാളിലൊക്കെ ഒന്ന് പോയി നോക്കിയോളൂ. പിന്നെ